കുറച്ച് സമയം ഒരുമിച്ച് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കളഞ്ഞ് ഒരുമിച്ചൊന്ന് കുറച്ച് സമയം ഒന്ന് സന്തോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല കൈഡി തരാം, ഒരു പവർഫുൾ കൈഡി, എല്ലാവരും കൂടി നല്ല കൈഡി. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി മനോഹരമായ ഒരു ഗാനമാണ്. നിരവധി റിയാലിറ്റി ഷോകളിലെ ശ്രദ്ധേയനായ ഒരു കലാകാരനാണ് ഈ പാട്ട് പാടാനായി മുമ്പിലേക്ക് വരുന്നത്. ഉടൻ റിലീസാകാൻ പോകുന്ന ജങ്കാർ എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയ കലാകാരനെ നമുക്ക് നല്ലൊരു കൈഡിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ദീപക് ഗ്യാങ് മനോഹരമായ ഒരു മോഹൻലാൽ ചിത്രത്തിലെ ഗാനമായി. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ, തിരിയഞ്ചും തിരിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലങ്കുന്ന ചിലഞ്ഞയുണ്ടേ, വലം കയ്യിൽ കുസൃതിക്ക് വലകളുണ്ടേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. മരമഞ്ഞ തേച്ചു കുളിക്കും പുലതാല സന്ധ്യ നിന്നെ തിരുതാലി ചാറ്റും കുഞ്ഞുമുണ്ടു തെന്നലു മഞ്ഞാട മാറ്റിയുടുക്കും മഴവിൽ തിരമ്പേ നിന്നെ മണിമാറി കുടനീർത്തുമാ ചാരി ഒരുപാട് സ്നേഹം തേടും മനസ്സിൻ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്ത. ഒരു കുഞ്ഞു കാറ്റു തൊടുമ്പോ കുളിരുന്ന കായൽ പെണ്ണിൻ കൊലുസിന്റെ കൊഞ്ചൽ നെഞ്ചിൽ നീർത്തുന്നു മധുമന്ദഹാസം ചൂടിൽ മൃദുവായി മൂളുന്നു മുണവേണുനാദം നെഞ്ചിൽ ഒരുപാട് സ്വപ്നം കാണും മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ, തിരിയഞ്ചും തേടി. താങ്ക് യു. ഇങ്ങനെ പോരാട്ടോ, നല്ല കൈഡി തരണം. ഇത് നമ്മുടെ ഉത്സവമല്ലേ, നമുക്ക് എല്ലാവരും നല്ല പ്രോത്സാഹനം കൊടുക്കണ്ടേ. ഒരു നല്ല കൈഡി കൊടുത്താൽ ഇഷ്ടമായെങ്കിൽ ഓക്കെ. താങ്ക് യു. ഇനി നമ്മുടെ പ്രിയ ഗായിക വേദി കാണണം കേട്ടോ. നിങ്ങളുടെ ഈ കയ്യടിയാണ് ഞങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ യങ്സ്റ്റേഴ്സ്.
जो मजा है मजा ये कुछ नया नया है ये दिल का आज क्या हुआ है कि जो मजा है जा रहा है താങ്ക് യു. അപ്പോൾ നമുക്ക് ഈ വേദിയിൽ നടക്കുന്ന മിമിക്രി കലാകാരന്മാരെ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താം. ആദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന കലാകാരൻ മറ്റാരുമല്ല, നമ്മൾ ഏവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ്. ഈ ടി വി തുറന്നാൽ ഒരു കോമഡി ഷോ ഉണ്ടെങ്കിൽ ഈ മുഖമില്ലാതെ ഒരിക്കലും നമുക്ക് കടന്നു പോകാറില്ല. നിരവധി റിയാലിറ്റി ഷോകളുടെ ശ്രദ്ധനായി വോഡാഫോൺ കോമഡി സ്റ്റാർ സീസൺ 1 മെഗാ ഫൈനലിസ്റ്റ് ആയ കലാകാരൻ. ഇനി റിലീസാകാൻ പോകുന്ന 13ഓളം മലയാള സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന കലാകാരൻ. ഇതിലെല്ലാം ഉപരി മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്ത ഉഗ്രം ഉജ്ജ്വലം എന്നൊരു പ്രോഗ്രാമിൽ ഒരു പാലാക്കാരി അമ്മച്ചിയായി വന്ന് നമ്മുടെ അടുക്കള ഭരിച്ചൊരു കലാകാരനാണ്. നമുക്ക് നിറഞ്ഞ കൈഡിയോടെ നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ജോബി പാല.
വലിച്ചിട്ടില്ല, തുടക്കം പോകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ സാർ, എൻ്റെ ഉമ്മ വെച്ച് കൊല്ലരുത്. അതെ അതെ അതെ, താങ്ക് യു വെരി മച്ച്. നന്നാക്കണം. ഓക്കെ, സക്സസ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ താങ്ക് യു വെരി മച്ച്. ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയൊന്നും നോക്കാനല്ല, നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പരിശുദ്ധവും ആ പൊളിക്കാൻ കൊച്ചായി നിനക്കുള്ളതൊക്കെ വിഭവങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്നാട്ടെ, നീ എന്നെ തടസ്സപ്പെടുത്താട്ടെ. നമ്മുടെ ദേവിയുടെ ഭദ്രകാളി ദേവിയുടെ സന്നിധിയിൽ ഇന്നേ ദിവസം ഈ സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് കിട്ടിയ ഭാഗ്യത്തിന് നന്ദി പറയുന്നതാണ്. ഇതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രസീത ചേച്ചിയാണ് അല്ലേ? ചേച്ചി ഈ നാടിൻ്റെ, ഈ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ശശികുമാറേട്ടൻ, പ്രതീക്ഷ പ്രോഗ്രാം ഏജൻസി, അദ്ദേഹം പറയുകയുണ്ടായി, ഈ നാടിൻ്റെ വനിതാ സംഘടനയുടെ ഒരു വലിയ ശക്തിയാണ് ഇവിടുത്തെ ഝാൻസി റാണിയാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ തന്നെ ആവട്ടെ, ദേവിയുടെ അനുഗ്രഹം അല്ലേ? ആണോ ചേട്ടാ? കറക്റ്റാ അല്ലേ? അപ്പോൾ ആ ചേച്ചിക്ക് ഒരു കയ്യടി, നല്ല കയ്യടി, പാവം അല്ലേ? നിങ്ങൾ ആരും എന്നോട് ഉറങ്ങിയിരിക്കുന്നേ, നല്ല എനർജി ആട്ടണേ. നമ്മുടെ ഇനിയുള്ള മണിക്കൂർ നിങ്ങളെ അതാണ് നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ പോയിരിക്കുക പുറയില്. ഇങ്ങോട്ട് കാണാൻ ഇവിടെ ഈ ഫ്രണ്ടിൽ കുറേ ഇടയുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾക്കും ഇങ്ങനെ സംസാരിച്ച് എന്ന് പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് നല്ലൊരു മൂഡായിരിക്കും. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. നമ്മുടെ കൂടെയുള്ള കലാകാരന്മാരെ വേദിയിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളെ ഒരുപാട് ചിരിപ്പിച്ച് ബമ്പർ നേടിയ ഒരു കലാകാരനാണ്, മൂവാറ്റുപുഴക്കാരനാണ്. വേദിയിൽ സ്വാഗതം ചെയ്യുന്നു സുബിൻ മൂവാറ്റുപുഴ. ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വിശാലിനിയെ ഒന്ന് കൊണ്ടുവരണം, ഇവിടെ ഒരു പ്രോഗ്രാം ചെയ്യണം. പക്ഷേ അതിനുള്ള സാമ്പത്തിക ഫണ്ട് അവരുടെ ഇല്ല. അപ്പൊ അവരുടെ ആ ഫണ്ട് അനുസരിച്ച് അവരുടെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കും. നമ്മുടെ ഉത്സവത്തിന് വിശാലിനി ഇവിടെ വന്ന് അവർക്ക് വന്നാലും 2-3 വാക്ക് പറഞ്ഞിട്ടല്ലേ എന്തെങ്കിലും സംഭവം ചെയ്തങ്ങ് പോകത്തേ ഉള്ളൂ. വിശാലിനി ഇവിടെ വന്ന് 2 വാക്ക് സംസാരിക്കുന്നത് ഒന്ന് ചെയ്യാമോ പ്ലീസ്? തുടക്കം എന്നോണം ചേച്ചിയുടെ ആഗ്രഹമാണ്. ഇതിപ്പോ ഇവിടെ വരാൻ പോവാ അപ്പച്ചാ. അതെ, ഏതാ കഴിച്ചെന്ന് പറയണേ, എനിക്കും വരണം 30 മിനിറ്റ്. ചാർജ് എങ്ങനെയാ നിൽക്കുന്ന, നീറി നിൽക്കുക. ജവാന്റെ അപ്പച്ചൻ, ജവാൻ അപ്പച്ചൻ. അപ്പൊ രമേശ് പിഷാരടി വേദിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? തുടക്കം എന്നോണം ഒരു സംഭവം. നമസ്കാരം. ഏതായാലും ഈ ഒരു പരിപാടിയിൽ വരാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും നല്ലൊരു കയ്യടി ഇങ്ങനെ നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. കൈയടിക്കാൻ നമ്മൾ കരം കെട്ടണ്ട, GST കൊടുക്കണ്ട. ഞങ്ങളെ പോലെയുള്ള എളിയ കലാകാരന്മാർക്ക് ഏറ്റവും വലിയ പ്രചോദനമാണ് കൈയടി. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഗംഭീര വിജയത്തിലേക്ക് പോട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനിയുമുണ്ട് കലാകാരൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്വീകരണ മുറിയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ വന്ന ഒരു കലാകാരനാണ്. വേദിയിൽ സ്വാഗതം ചെയ്യുന്നു വിനീഷ് കോട്ടയം. ഇങ്ങനെ വന്നപ്പോ തന്നെ ഇങ്ങനെ കാണിച്ച ഇങ്ങനെ ആ പുള്ളിയാണ് കാണിച്ചത്. 5 രൂപ എന്നാണ് കാണിച്ചത്. എന്ത് രൂപ അങ്ങനെ പറയല്ലേ? എന്ത് വെട്ടി തിളങ്ങിയാ വന്നേക്കണേ. സുബിൻ വന്നിട്ട് പിഷാരിയെ ചെയ്തിട്ട് പോയി. ഇനി നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു താരത്തെ എന്തെങ്കിലും ഒരു സംഭവം തുടക്കം എന്നോളൊന്ന് ചെയ്യാമോ? നമ്മുടെ അപ്പച്ചന് വേണ്ടി ഒരു നടന്റെ ഫിഗർ ചെയ്യാം. ഫിഗർ ചെയ്യാൻ പോവാം. പെട്ടെന്ന് നമ്മുടെ പഴയകാല MGR സാർ, തമിഴിലെ അല്ലേ, തമിഴ്നാട്ടുകാരെ തമിഴ്നാടാക്കി മാറ്റി MGR സാർ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ തമിഴ് സിനിമയിലെ മുടിചൂടാ മന്നൻ MGR. நான் உங்கள் வீட்டு பிள்ளை, இது ஊரறிந்த உண்மை. நான் உங்கள் வீட்டு பிள்ளை, இது ஊரறிந்த உண்மை. நான் செல்லுகின்ற பாதை பேரறிஞர் காட்டும் பாதை. நான் உங்கள் வீட்டு பிள்ளை, இது ஊரறிந்த உண்மை. நான் செல்லுகின்ற பாதை பேரறிஞர் காட்டும் பாதை. കൊള്ളായിരുന്നോ? നിങ്ങൾക്ക്
കണ്ടു. നമ്മൾ ഒരു സിനിമ കാണാൻ ഒരു സിനിമാ തിയേറ്ററിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് പരസ്യ ചിത്രങ്ങളാണ്. അതിനുശേഷം വരാൻ പോകുന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ കാണാറുണ്ടല്ലോ. ഞാനിവിടെ വരാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ട്രയലർ കോമഡി രൂപേണെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. മുമ്പേ പറഞ്ഞല്ലേ, കൊള്ളാങ്കി കൈയടിച്ചേക്കണം കേട്ടോ. റെഡി സാർ? My God, my Lord is ready. Shut up, you mouth about somebody, fool, stupid, hands up! It's fancy. I'm sorry, baby. Where's the speaker? I won't go use the speaker. Where's the fans? I love you. Boxer. Boxer. Thank you.